നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങളോടും മാധ്യമ പ്രവർത്തകരോടും വല്ലാത്ത അസഹിഷ്ണുതയാണ് എന്ന് പറഞ്ഞാലും തെറ്റു പറയാൻ കഴിയില്ല. മൂപ്പർക്ക് ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങൾ കേട്ടാൽ അപ്പോൾ തുടങ്ങും, നിങ്ങൾ 2 ചോദ്യം ചോദിച്ചതല്ലേ, നിങ്ങൾ 3 ചോദ്യം ചോദിച്ചതല്ലേ, മറ്റുള്ളവർക്ക് കൂടി ചോദിക്കണ്ടേ, നിങ്ങൾ ഇതൊന്നും ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വി ഡി സതീശൻ ഈ വാർത്താ സമ്മേളനത്തിലെ കാണിച്ചു കൂട്ടുന്ന പല കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി നിങ്ങൾ കാട്ടിക്കൂട്ടണത് എന്ന് തന്നെയാണ് ജനങ്ങളും ചോദിച്ചു പോകുന്നത്. ഞാൻ സംസാരിക്കുമ്പോൾ വീണ്ടും ചോദിക്കല്ലേ അങ്ങ്, ഞാൻ മറുപടി പറയട്ടെ. നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? അല്ല, നിങ്ങൾ അത് തന്നെയല്ലേ ചോദിച്ചത്, അതിനല്ലേ ഞാൻ മറുപടി പറയണേ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറുന്നത്? ഇടയ്ക്കിടയ്ക്ക് കയറരുത്. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. ഞാൻ അവിടെ ഇരിക്കുമല്ലേ, ഇതെല്ലാം തീർത്ത് അങ്ങ് വീണ്ടും ചോദിക്കുന്നത് എന്തിനാ? അങ്ങ് ചോദിച്ചത് ഞാൻ കേട്ടല്ലോ, ഞാൻ പറയാനാ ചോദിക്കുന്നത്. അല്ല, നിങ്ങളെല്ലാം വീണ്ടും ചോദിക്കാൻ, ഞാൻ പറയട്ടെ മറുപടി. ഇന്ന് ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകും എന്ന് ഒരു സൂചന ഈ സർക്കാർ നൽകി കഴിഞ്ഞു. നാണമാകുന്നില്ലേ മിസ്റ്റർ മുഖ്യമന്ത്രി, നാണമാകുന്നില്ലേ UDF എന്ന് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ എതിരായിരിക്കും എന്ന് പറഞ്ഞ് രംഗത്ത് വന്നവരാണ്. ഞങ്ങൾ ഇതിന് മൊത്തം എതിരാണെന്ന് പറഞ്ഞ് നടന്ന ആളുകളാണ്. ഇപ്പൊ എന്താണ് കാണുന്നത്? പറഞ്ഞതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല, PM ശ്രീ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഗവൺമെന്റ് കേന്ദ്രത്തിന് കൊടുത്ത കത്തൊക്കെ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രി പറയുന്നത് മുഴുവൻ നുണയാണെന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ, അവർക്കറിയാമല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മുൻകാല സമയത്ത് ഇവരെടുത്ത നിലപാടും ഇപ്പോഴത്തെ നിലപാടും അറിയാമല്ലോ, ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ മുഖ്യമന്ത്രി പറയുന്ന ആ മറുപടി നമുക്ക് ആദ്യം ഒന്ന് കാണാം. അങ്ങനെ സംസാരിക്കല്ലേ. അല്ല, അത് എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്നേ അല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. സംസ്ഥാന സർക്കാർ PM ശ്രീ പദ്ധതിയിൽ പങ്കാളിയാണ്. മരവിപ്പിച്ചെന്ന് പറയുന്ന തീരുമാനം എന്താ? ഇത് എന്നു മുതലെടുത്ത തീരുമാനങ്ങളാണിത്. മുഴുവൻ തീരുമാനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ എല്ലാവരോടും ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ മറുപടി പറയണത്. അല്ല, നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അതിന്റെ അല്ല, ഞാൻ സംസാരിക്കുമ്പോൾ വീണ്ടും ചോദിക്കല്ലേ അങ്ങ്, ഞാൻ മറുപടി പറയട്ടെ. നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? അല്ല, നിങ്ങൾ അത് തന്നെയല്ലേ ചോദിച്ചത്, അതിനല്ലേ ഞാൻ മറുപടി പറയണേ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറുന്നത്? ഇടയ്ക്കിടയ്ക്ക് കയറരുത്. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. ഞാൻ അവിടെ ഇരിക്കുമല്ലേ, ഇതെല്ലാം തീർത്ത് അങ്ങ് വീണ്ടും ചോദിക്കുന്നത് എന്തിനാ? അങ്ങ് ചോദിച്ചത് ഞാൻ കേട്ടല്ലോ, ഞാൻ പറയാനാ ചോദിക്കുന്നത്. അല്ല, നിങ്ങളെല്ലാം വീണ്ടും ചോദിക്കാൻ, ഞാൻ പറയട്ടെ മറുപടി. ഞാൻ പറഞ്ഞത് ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. മന്ത്രിസഭാ അംഗങ്ങളെ പോലും ഇരുട്ടിൽ നിർത്തി ഇവർ പോയി ഒപ്പുവെച്ചു, ആരെ അറിയിക്കാതെ. എന്നിട്ട് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കും മാത്രം അറിയാം ഇതിൽ ഒപ്പുവെച്ച കാര്യം. എന്നിട്ട് CPI മന്ത്രിമാർ അപ്പോഴും ഒപ്പുവെക്കരുത് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രിസഭാ യോഗത്തിൽ. മന്ത്രിസഭാ അംഗങ്ങളെ പോലും ഇരുട്ടിൽ നിർത്തിയാണ് അന്ന് ഒപ്പുവെച്ചത്, ആരോടും പറയാതെ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിൽ ഒപ്പുവെക്കുന്നു, ഈ തീരുമാനം ഒപ്പുവെക്കാതിരിക്കാൻ പറ്റില്ല. ഇനി വേറെ വിഷയം ഉണ്ടെങ്കിൽ പറയാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി വേറെ വല്ല വിഷയം ഉണ്ടെങ്കിൽ കണ്ടല്ലോ. എന്ത് ചോദ്യം ചോദിച്ചാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ രീതിയിലാണ് മറുപടി പറയുന്നത്. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് കേന്ദ്രത്തെ സംബന്ധിക്കുന്ന ബി ജെ പിയെ സംബന്ധിക്കുന്ന സംഘപരിവാരങ്ങളെ സംബന്ധിക്കുന്ന പല വിഷയങ്ങളിലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് മറുപടി ഇല്ലാതായി മാറുന്നത്? എന്തുകൊണ്ടാണ് അവർക്കെതിരെ ഒരക്ഷരം നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മിണ്ടാത്തത്? ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ 3 ചോദ്യം ചോദിച്ചതല്ലേ, 4 ചോദ്യം ചോദിച്ചതല്ലേ എന്നൊക്കെ ചോദിച്ച് മാധ്യമപ്രവർത്തകരെ ആക്ഷേപിക്കുന്നത് ഇനിയെങ്കിലും നിർത്തുക. മറ്റുള്ളവർക്ക് അവിടെ ചോദ്യം ചോദിക്കണമെങ്കിൽ അവർ ചോദിക്കും. അല്ലാതെ ഇവർ ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് അവർ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കില്ല. കാരണം ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് നിരവധി മാധ്യമ പ്രവർത്തകരായിരിക്കും ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുക. സ്വാഭാവികമായും എല്ലാവരും മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുള്ള അതേ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം അവരും പൈസ മേടിച്ചിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ചോദിക്കാനുള്ള ചോദ്യമൊക്കെ ചോദിക്കാതെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണി പോകും. അതുകൊണ്ട് അവർ ചോദിക്കുക തന്നെ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും ഇവർ ഇത്രയും ചോദ്യം ചോദിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ചോദിക്കാൻ പറ്റുകയില്ല അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നുള്ള കാര്യം അങ്ങ് പറയരുത്. അത് പറയേണ്ടത് അവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകരാണ്. അവർക്കാർക്കും ഈ രീതിയിലുള്ള യാതൊരു പരാതികളും ഇല്ല. ഒരാൾ 4 ചോദ്യം ചോദിക്കുന്നതുകൊണ്ടോ 5 ചോദ്യം ചോദിക്കുന്നതുകൊണ്ടോ അവർക്ക് യാതൊരു പരാതിയുമില്ല എന്നുള്ള കാര്യം നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോ അവർക്കില്ലാത്തൊരു പ്രശ്നം ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള സതീശന്റെ ഈ ഒരു
ഇരട്ടത്താപ്പൻ നയം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇത്തരം നമ്പറുകൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഓക്കെയാണ്, പക്ഷെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങളൊന്നും കാണിച്ചു കൂട്ടരുത്. ഉത്തരം അറിയില്ലെങ്കിൽ ഉത്തരം അറിയില്ല എന്നും ഇത് ഞങ്ങൾ നടപ്പിലാക്കുമെങ്കിൽ നടപ്പിലാക്കുമെന്നും അങ്ങ് പറയണം അല്ലാതെ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ കേട്ടില്ല എല്ലാവരും കൂടി ഒരുമിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ എന്നൊന്നും പറയുന്നതിൽ ഒരു കാര്യവുമില്ല. എന്തായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു മഹാസംഭവമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇന്ന് മാധ്യമപ്രവർത്തകരുമായി ഇങ്ങനെ കൊമ്പ് കോർത്ത് ആ നുണത ഇങ്ങനെ വട്ടം നമ്മുടെ മാധ്യമങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ പിടികൂടിയപ്പോൾ VD സതീശൻ കിടന്ന് ഉരുണ്ടു മറയുന്ന കാഴ്ച കാണേണ്ട ഒരു കാഴ്ചയാണ്. എന്തായാലും നമുക്കതൊന്ന് കാണാം, പരിശോധിക്കാം. നമ്മുടെ ഞാനത് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ SSK ഫണ്ട് ഇതിൽ ഒപ്പുവെക്കാത്തത് കൊണ്ട് തടഞ്ഞു വെച്ച ഫണ്ടാണ്. അതല്ലേ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഒപ്പുവെക്കാത്തത് കൊണ്ട് തടഞ്ഞു വെച്ച ഫണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇത് തന്നെ വീണ്ടും ചോദിക്കല്ലേ, അത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ആദ്യം ഒരു ധാരണ എത്തും. ആദ്യം ആര് ചോദിക്കണമെന്നൊരു ധാരണ എത്തും. ചോദിച്ചവരെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ. അത് പത്രസമ്മേളനം നടത്തിപ്പിന്റെ ഒരു ഇതാണ്. നിങ്ങളൊരു 2-3 പേര് വന്നിട്ട് വെയിറ്റ് ഞാൻ സംസാരിക്കുക. അങ്ങ് സംസാരിക്കാൻ പാടില്ല. അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കും. ഞാൻ സംസാരിക്കുന്ന ഇടയിൽ പാടില്ല. നിങ്ങളൊരു 3 പേര് വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ച് മനഃപൂർവ്വം നിരന്തരമായി ഒരേ ചോദ്യങ്ങൾ ചോദിച്ച് മറ്റുള്ള മാധ്യമപ്രവർത്തകർക്ക് അവസരം തരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പണ്ട് നിങ്ങൾ ഇഷ്ടമുള്ള ചോദ്യങ്ങളാണ് ഈ പത്രസമ്മേളനത്തിൽ ചോദിച്ചിരുന്നത്. അതായത് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ. ആ ജോലി ചെയ്തിരുന്ന ആളുകൾ നിങ്ങൾ വന്ന് 3 പേര് നിരന്തരമായി കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം വന്നു. ഏതൊക്കെ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നാന്ന് ഞാൻ പറയില്ല. നിരന്തരമായി ഈ പത്രസമ്മേളനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല. ഇനി വേറെ ആരെങ്കിലും ചോദിക്കട്ടെ, ഇവരൊക്കെ ഇവിടെ എത്ര പ്രാവശ്യം ചോദിക്കുന്നു? അങ്ങനെ ഒരു കത്ത് പോയിട്ടില്ല. പിന്മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കത്ത് ഇവിടെ നിന്ന് പോയിട്ടില്ല. പറഞ്ഞ് ഈ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വല്ല ഒന്ന് ചോദിച്ചത് ഞാൻ കേട്ടല്ലോ. ഞാൻ പറയാൻ അനുവദിക്കന്നെ. അല്ല, നിങ്ങളെല്ലാം വീണ്ടും ചോദിക്കാൻ. ഞാൻ പറയട്ടെ മറുപടി. ഞാൻ പറഞ്ഞത് ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇതിനെ സംസ്ഥാന സർക്കാരിനെ ബാധിക്കാത്ത തരത്തിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ നമുക്കുള്ള ആ വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, സർക്കാരിനുള്ള അവകാശങ്ങൾ ബലി കഴിക്കാതെ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നതിന്. അതല്ലേ ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. ശരിയപ്പോ ഒന്നുമില്ല. അവസാനത്തെ ചോദ്യത്തിന് വരെ മറുപടി പറയണ്ട. ഇത് 9 ചോദ്യം ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയണേ.